ഷാജി അറിയാത്തവരായിട്ട് യൂട്യൂബിൽ ആരെങ്കിലും ഇനി ഉണ്ടോന്ന് എനിക്കറിയില്ല. കാരണം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അത്രയും ഫേമസ് ആയ ഒരു പേരാണ് ഷാജിദയുടേത്. ഇതിപ്പോ യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്ക് എടുത്താലും ഷാജിദയുടെ വീഡിയോസ് ഒക്കെ അതിൽ കാണാം. ഷാജിദയുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ളവർ ചെയ്ത വീഡിയോസും കാണാം. അപ്പം ഓരോ ദിവസവും യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് പുതിയ പുതിയ വിവാദങ്ങളാണ് ഷാജിദയുമായിട്ട് ബന്ധപ്പെട്ട്. ഇന്നലെ ഇന്നുമായിട്ട് പോകുന്ന ഷാജിദയായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന വിവാദങ്ങളിലേക്ക് പോകുമ്പോൾ കേൾക്കുന്ന രണ്ട് പേരുകളാണ് ജസ്നയുടേതും ഫറൂഖിൻ്റെതും. ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ, ഷാജിദ ആരാണെന്ന് അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് സാമ്പത്തികമായിട്ടുള്ള സഹായമൊക്കെ ചോദിച്ചുകൊണ്ട് ഷാജിദയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. വളരെ നിസ്സഹായാവസ്ഥയിൽ ഇങ്ങനെ QR കോഡും GPay നമ്പറൊക്കെ വെച്ചിട്ട് അവരുടെ അവസ്ഥ പറയുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അവരുടെ വീഡിയോസ് ഏറ്റെടുത്തു, അവരെ സഹായിക്കുകയുണ്ടായി. ഈ യൂട്യൂബർ ആയിട്ടുള്ള കായ്സൊക്കെയാണ് അവരുടെ വീഡിയോസ് ഏറ്റെടുത്ത് റിയാക്ട് ചെയ്തത്. കായ്സിന് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഗൈസിന്റെ വീഡിയോ കണ്ടവരൊക്കെ കുറേ പേര് അത് കണ്ടു, ഷെയർ ചെയ്തു. അങ്ങനെ അവർ അത്യാവശ്യം വൈറലായി. അവരുടെ യൂട്യൂബ് ചാനലും വൈറലായി. ഒരുപാട് പേര് അവരുടെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. സാമ്പത്തികമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മാത്രമല്ല, വിദേശത്ത് നിന്നും ഒരുപാട് പേര് അവരെ ഹെൽപ്പ് ചെയ്യുണ്ടായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതേ ഷാജിദ തന്നെ അവരുടെ ഒരു റിയൽ ഒരു മാസ്ക് ഒക്കെ മാറ്റിയിട്ട് റിയൽ ഫേസ് ഒക്കെ ആയിട്ട് അവർ വീണ്ടും രംഗത്ത് വന്നു. അന്നേരം ഈ സഹായിച്ച ആളുകളെയും സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും വഴക്ക് പറഞ്ഞുകൊണ്ടാണ് അവർ ഒരു വീഡിയോ ഇട്ടത്. അപ്പം അന്നാണ് അവരുടെ ഒരു റിയൽ ക്യാരക്ടർ എല്ലാവരും അറിയുന്നത്. അന്ന് തൊട്ട് അവർക്ക് കിട്ടുന്ന ഒരു ട്രോളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഷാജിദ തന്നെയാണ്. ഷാജിദയെക്കുറിച്ച് പറയുമ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് കേൾക്കുന്ന രണ്ട് പേരുകളാണ്. ഒന്ന് ജസ്നയുടേതും രണ്ട് ഫറൂഖിന്റെയും. ഈ ഫറൂഖ് ആരാന്ന് വെച്ചാൽ ഷാജിദയെ വിവാഹം ആലോചിച്ച ഒരു വ്യക്തിയാണ്. പുള്ളി മാരീഡ് ആണ്, 2 കുട്ടികളുണ്ട്, വൈഫുമായിട്ട് അകന്ന് താമസിക്കുന്നതെന്നൊക്കെ പറയുന്നു. പക്ഷേ ഷാജിദിനായിട്ട് വിവാഹം ഉറപ്പിക്കുന്നു. അവരങ്ങനെ ഒരുപാട് പൈസയും ധനസഹായവും ഒക്കെ ഷാജിദക്ക് ചെയ്തു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഷാജിദ ആ പണമൊക്കെ വാങ്ങി, സ്വർണം വാങ്ങി, ലോക്കറ്റ് ഒക്കെ ഇട്ട് നമ്മുടെ മുന്നിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു, എന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ വീഡിയോയില് ഫറൂഖിന്റെ പേരല്ല പറഞ്ഞത്, മറ്റൊരു ചെറിയൊരു ചെറുപ്പക്കാരൻ പയ്യന്റെ 26 വയസ്സുള്ള ഒരു പയ്യന്റെ ആയിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ അവരുടെ കുറെ ഇന്റർവ്യൂസിലൊക്കെ അവർ പറഞ്ഞു, ഞാൻ ആ ചെറുക്കനെയാണ് വിവാഹം കഴിച്ചത്. അതോടുകൂടി ഫാറൂഖ് രംഗത്ത് വന്നു. അപ്പോൾ ഫറൂഖിന് പറ്റിയ ഒരു ചതി ഫറൂഖ് വിളിച്ചു പറഞ്ഞു. അതിനുശേഷം ഇതേ ഷാജിദ തന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞു, ഞാനും ആ 26 വയസ്സുള്ള ചെറുക്കനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ടില്ല. താൽക്കാലികമായിട്ട് ഒരുപാട് ആൾക്കാർ വിവാഹം കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് എന്താ പറയാ, ആ ചോദ്യങ്ങളൊക്കെ തൽക്കാലം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി താൻ പറഞ്ഞ പേരാണെന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു 26 വയസ്സുള്ള ആ ചെറുക്കന്റെ വിവാഹമൊക്കെ മുടങ്ങി പോകുന്നു. അതിനിടയ്ക്ക് ഇവര് റിസോർട്ടിൽ പോകുന്നുണ്ട്, വീഡിയോസും അതുപോലെ ചെറിയ ഷോർട്സ് ഒക്കെ എടുത്തിട്ട് അത് ഈ ഷാജിദയുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നു. അങ്ങനെയാണ് ആ പയ്യന്റെ വിവാഹം മുടങ്ങി പോകുന്നത്. അതിനുശേഷമാണ് ഈ ഫാറൂഖ് രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് പൈസ നഷ്ടമായി, ഷാജിദ പൈസ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഷാജിദ അതിന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഷാജിദ അതിന് പറഞ്ഞൊരു റീസൺ എന്താന്ന് വെച്ചാൽ, ഇദ്ദേഹം ഭയങ്കര ടോക്സിക് ആയിരുന്നു എന്നാണ്. അതായത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ റിസോർട്ടിൽ പോയതും അതുപോലെ വീഡിയോസ് എടുത്തതൊക്കെ ഇയാൾ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം കുറെ പേരൊക്കെ ഷാജിദനെ എതിർത്തന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം വിവാഹം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഷാജിദ എവിടെ പോകുന്നു, ആരുടെ ഒപ്പം പോകുന്നു എന്നുള്ളത് അറിയാനായിട്ടുള്ള അവകാശം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അതിനുശേഷം ഇതേ ഷാജിദ തന്നെ വീണ്ടും അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടി വന്നു പറഞ്ഞു, ഫറൂഖിന് വേറെയും കുറെ റിലേഷൻഷിപ്പ് ഉണ്ട്, യൂട്യൂബേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ വിളിച്ച് സംസാരിച്ച് അവർക്കൊക്കെ പൈസയൊക്കെ കൊടുത്തു പോകുന്ന ഒരു ക്യാരക്ടറാണ് ഈ പറഞ്ഞ ഫറൂഖിൻ്റെത്. അങ്ങനെയാണ് ജസ്ന എന്ന പേരിലേക്ക് എത്തുന്നത്. ഈ ജസ്ന ഫറൂഖിന്റെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപയോളം വാങ്ങി ജസ്നയുടെ വീട്ടിൽ ഫറൂഖ് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പം ഈ ജസ്ന എന്നുള്ള പേരെടുത്ത് ഇട്ടതോടുകൂടി യൂട്യൂബിലുള്ള ഒരുപാട് ജസ്നമാര് കുടുങ്ങി. അതായത് അറിയപ്പെടുന്ന പല ജസ്നമാരും അവരുടെ ചാനലിൽ വന്ന് പറയേണ്ടി വന്നു, ആ ജസ്ന ഞാനല്ല. ഇപ്പം കണ്ണനുമായിട്ട് ബന്ധപ്പെട്ടൊരു കൃഷ്ണന്റെ പടം വരയ്ക്കുന്നൊരു ജസ്ന ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു ജസ്നയൊക്കെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവസാനം
ഈ പറഞ്ഞ ജസ്നമാരും ആളുകളും എല്ലാം കൂടി ചേർന്നിട്ട് ഈ പറഞ്ഞ ഷാജിദിനോട് പറഞ്ഞു ഏത് ജസ്നയാണെന്നുള്ളത് കറക്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് പറയുക, കാരണം അവർക്കും ബുദ്ധിമുട്ടാണെന്നുള്ളത്. അങ്ങനെ ഈ ഷാജിദ കഴിഞ്ഞ ദിവസം വന്നിട്ട് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഇതാണ് ജസ്ന എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോയും അതുപോലെ തന്നെ ഫറൂഖിന്റെ ഫോട്ടോയും അവരുടെ യൂട്യൂബ് ചാനൽ വഴി കാണിക്കുകയുണ്ടായി. ഇതോടുകൂടി ജസ്ന ഈ ഫോട്ടോയിലുള്ള ജസ്നക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായി. കാരണം എന്താന്ന് വെച്ചാൽ ഇതില് ഈ പറഞ്ഞ ഫറൂഖ് പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഷാജിദ വന്നിട്ട് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഒന്നും കാണിക്കാതെയാണ് വേറെ ആളുടെ ചീത്തപ്പേര് കേൾപ്പിക്കുന്ന രീതിയിൽ ഷാജിദ വന്നിട്ട് ഈ ജസ്നയുടെ പേരും കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ഗതികെട്ട് ജസ്ന എന്താ ചെയ്തതെന്ന് വെച്ചാൽ കേസ് കൊടുക്കുകയാണ് ചെയ്തത് ഈ ഷാജിദക്കെതിരെ. അപ്പൊ ഇന്നലെ ഇറ്റ്സ് മീ ഗായ്സിന്റെ ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം ഈ പറഞ്ഞ ജസ്ന ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഷാജിദെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഷാജിദ ഒട്ടും പക്വതയില്ലാത്തതായിട്ടാണ് ഇപ്പൊ ഈ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഷാജിദ ഒരു പക്വതയില്ലാതെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം ആണുങ്ങളെ സംബന്ധിച്ച് പൊതുവെ ഇങ്ങനെ എനിക്ക് അങ്ങനെ കുറെ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇവളുമായിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, ആ പെൺകുട്ടി എൻ്റെ എക്സ് ആയിരുന്നു, അങ്ങനെയൊക്കെ പറയുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇതൊക്കെ ചിലപ്പോൾ അവരൊന്ന് ആളാകാൻ വേണ്ടി പറയുന്നതായിരിക്കാം. പക്ഷെ ഈ ഷാജിദ എന്താന്ന് വെച്ചാൽ ഇതെല്ലാം കേട്ട പാതി കേൾക്കാത്ത പാതി എന്ത് കേട്ടാലും യൂട്യൂബിൽ വന്ന് ഈ പറഞ്ഞ ജസ്നയുടെ കാര്യം മാത്രമല്ല കേട്ടോ, ഷാജിദയുടെ ഫാമിലിയിൽ തന്നെ സ്വന്തം ഷാജിദയുടെ മരിച്ചുപോയ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ മകളെ കുറിച്ച് പോലും ഫാമിലിയിലുള്ള എല്ലാവരെ കുറിച്ചും വളരെ നെഗറ്റീവ് ആയിട്ടാണ് ഷാജിദ വന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ കേട്ട് ജസ്ന അടങ്ങിയിരുന്നില്ല എന്നുള്ളതാണ്. ജസ്ന നേരെ കൊണ്ട് കേസ് കൊടുക്കുകയാണ് ഉണ്ടായത്. അത്യാവശ്യം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ട എല്ലാ കാര്യങ്ങളും ഷാജിദയായിട്ട് തന്നെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ഷാജിദേനെ ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഷാജിദിനെ ഉപദേശിക്കുകയുണ്ടായി. പല യൂട്യൂബേഴ്സും ഷാജിദേനെ പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഷാജിദ അതൊന്നും ചെവിക്കൊണ്ടില്ല. വീഡിയോസ് ഒന്നും ഷാജിദ ഡിലീറ്റ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ ജസ്നനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഹസ്ബൻഡുമായിട്ട് തന്നെ അത്യാവശ്യം സോഷ്യൽ സർവീസും സമൂഹത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരു പെൺകുട്ടിയാണ്. ഇത്തരം മോശം കാര്യങ്ങളൊന്നും യാതൊരു തരത്തിലും ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരാളാണ്. അപ്പം എന്തെങ്കിലും ഒരു വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടോ ആരെങ്കിലും എന്തെങ്കിലും അവരെ കുറിച്ച് അനാവശ്യം പറഞ്ഞതായിരിക്കാം. പക്ഷെ അത് ഇങ്ങനത്തെ രീതിയിൽ വന്ന് പറയുന്നതൊക്കെ ഒരു തെറ്റ് തന്നെയാണ് എന്തായാലും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ജസ്നയുടെ കോണ്ടാക്ട് നമ്പർ യൂട്യൂബിലിട്ട് കൊടുക്കുക, അതൊക്കെ വലിയൊരു തെറ്റ് തന്നെയാണ്. ഷാജിദയുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എഴുതിയിട്ടാൽ തന്നെ കൂടുതൽ ആൾക്കാരും അവർക്ക് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവര് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ യൂട്യൂബ് ചാനലിലെ കമന്റ് ബോക്സ് തന്നെ ഓഫാക്കി ഇടുകയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ പല വലിയ വലിയ യൂട്യൂബ് ചാനലുകാരും അവരെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാര്യം തന്നെ അവർക്ക് വ്യൂവേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഷാജിദയുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ ഷാജിദ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ തന്നെ ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, അപ്പൊ താൻ വലിയ സെലിബ്രിറ്റി ആയി, താൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. ഷാജിദ ഇനി എന്തെങ്കിലും യൂട്യൂബിൽ ഇങ്ങനെ വന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഓരോ തവണ വന്നിട്ട് ഓരോ പുതിയ പുതിയ നുണകളാണ് പറയുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ അവർ കൊടുത്ത ഇന്റർവ്യൂ, ഒരു ദിവസം മൊത്തം അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അതിനുശേഷമുള്ള കുറെ കാര്യങ്ങൾ അവരിങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് കൊടുത്ത 2 ഇന്റർവ്യൂവിൽ 1 മണിക്കൂറോളം അവർ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത് നുണയാണ്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നുണ പറയുന്ന ഒരാളെ സംബന്ധിച്ച് അവർ ഇനിയും വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവരെ ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല, അത് ഇവർ മനസ്സിലാക്കുന്നില്ല. അപ്പം ഓരോ ആളുകളെ കുറിച്ച് ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഇവരാരെങ്കിലും കുറിച്ച് ഇവരുടെ യൂട്യൂബ് ചാനലിൽ നല്ലത് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ അമ്മയെ കുറ്റം പറയുന്നുണ്ട്, സഹോദരിമാരെ കുറ്റം പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ കുറ്റം പറയുന്നുണ്ട്. ഇവരുടെ ഒരു കണ്ടിൽ തന്നെ ആരും നല്ലവരില്ല. ഇവര് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് മനസ്സിലാക്കി നന്നാകാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇനിയുമുണ്ട്. ഇതെങ്കിലും ഒരു പാഠമായിട്ട് എടുത്തിട്ട് ഇത്തരം
ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരുന്നാലേ ഇവർക്കും ഇവരുടെ യൂട്യൂബുമായിട്ട് മുന്നോട്ട് പോകാം. അത്യാവശ്യം ഏണിങ്സ് ഒക്കെ ഉണ്ടാവും. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ട്. അവരുടെ യൂട്യൂബ് നോക്കിയറിയാം ഒരുപാട് ആൾക്കാർ അവര് നല്ല രീതിയിൽ പോകാനും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. ഷാജിദയോട് കമ്പനി കൂടുന്ന ആൾക്കാർക്ക് വരെ ഇപ്പൊ ഷാജിദേനെ ഒരു പേടി പോലെയാണ്. കാരണം നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ എന്തും പറയാമെന്നുള്ള നിലപാടാണ് ഷാജിദ സ്വീകരിക്കുന്നത്. അപ്പം യൂട്യൂബിൽ വന്ന് തന്നെ പബ്ലിക്കായിട്ട് തന്നെ അവരെ കുറിച്ച് എത്രത്തോളം മോശമായിട്ട് സംസാരിക്കാം അത്രത്തോളം മോശമായിട്ട് തന്നെയാണ് അവര് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഫറൂഖിനോട് വാങ്ങിച്ച പൈസ അവര് തിരിച്ച് കൊടുക്കാനുള്ള ഒരു ഡേറ്റ് പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളോട് അവരുടെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പൈസ എന്തായാലും കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്കാൻ. അപ്പം ഈ ഫറൂഖിനോട് ചോദിച്ച സമയത്ത് ഇങ്ങനെ ഒരു ഡേറ്റ് പോലും പറഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് തെറ്റായിട്ടുള്ള ചിന്തകളുണ്ട് ഷാജിദക്ക്. ഷാജിദ യൂട്യൂബ് ചാനലിൽ വന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ പൈസ കിട്ടിയാൽ ഏത് സ്ത്രീകളായാലും വാങ്ങും എന്നുള്ള. അപ്പൊ അതൊക്കെ എന്ത് തരം നിലപാടാണെന്നാണ് മനസ്സിലാവാത്തത്. കാരണം ഇങ്ങനെ പൈസ കിട്ടിയ എല്ലാവരും ഒന്നും വാങ്ങുന്ന സ്വഭാവമൊന്നും അല്ല. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ എല്ലാവരും അങ്ങനെ ആണെന്ന് ഷാജിദ വിചാരിക്കരുത്. ഈ ഒരു കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ പെൺകുട്ടിയോട് ജസ്നയോട് മാപ്പ് പറഞ്ഞ് ജസ്നയോട് കാണിച്ച തെറ്റ് ജസ്നയോട് തന്നെ സംസാരിച്ചത് ഒതുക്കി തീർക്കാൻ നോക്കുക. അല്ലാതെ വീണ്ടും അവർക്കെതിരെ വീഡിയോസ് ഇട്ട് പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഷാജിദക്ക് ഇപ്പൊ അത്യാവശ്യം കുറെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള, ഷാജിദേനെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതൊക്കെയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അതിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ലൊരു വരുമാനം ഷാജിദക്ക് എന്തായാലും കിട്ടും. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഷാജിദക്ക് ഈ ഒരു കുട്ടികളെയൊക്കെ നോക്കി മുന്നോട്ട് ജീവിച്ചു പോകാൻ സാധിക്കും. ഇപ്പൊ തെറ്റുകളെന്ന് വെച്ചാൽ ആർക്കായാലും സംഭവിക്കും. ഇതൊക്കെ നോർമലാണ്. അപ്പം ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ ആളുകൾ മറക്കും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ ഇത്തരം കരിവാരി തേക്കലും ആൾക്കാർക്കെതിരെ ആൾക്കാരെ ഇങ്ങനെ സൊസൈറ്റിയിലേക്ക് ഇട്ടുകൊടുക്കുന്ന ആ ഒരു രീതിയൊക്കെ അവസാനിപ്പിക്കുക. കുറച്ചൊക്കെ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് മനസ്സിലാക്കുക. സ്വന്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലെങ്കിൽ ഇപ്പൊ അത്യാവശ്യം അറിവുള്ള ആരെങ്കിലും പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സെങ്കിലും ഷാജിദ കാണിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്.